ഹായ് ഫ്രണ്ട്സ്, ദിവസേനയുള്ള റേഷൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. നവംബർ മാസത്തെ കിറ്റ് ഒഴികെയുള്ള ഭക്ഷ്യ വിഹിതങ്ങളുടെ വിതരണം സജീവമായിട്ട് പുരോഗമിക്കുന്നു. കിറ്റിന്റെ കാര്യത്തിൽ വലിയ ആശങ്കയാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അതായത് കിറ്റ് വിതരണം ഔദ്യോഗികമായി ആരംഭിച്ചു എന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും കിറ്റ് വിതരണം ശരിക്കും ആരംഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഏതെങ്കിലും കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ കിറ്റ് വിതരണം നടക്കുന്നത്. മറ്റൊന്ന്, ഒക്ടോബർ മാസത്തെ ഭക്ഷ്യ കിറ്റിന്റെ വിതരണം തന്നെ നിലവിൽ ഇപ്പോൾ പൂർത്തിയായിട്ടില്ല. ആ വിതരണം ഇപ്പോൾ സജീവമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഇങ്ങനെ വരാനുള്ള ഒരു കാരണം കിറ്റിലേക്ക് വേണ്ട സാധനങ്ങൾ, പ്രത്യേകിച്ച് വെളിച്ചെണ്ണ, അതുപോലെ തന്നെ പാക്ക് ചെയ്യാനുള്ള തുണിസഞ്ചി, ഇവയുടെ ലഭ്യത കുറവ് കൊണ്ടാണ് ഈ ഒരു കിറ്റ് വരാൻ വൈകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നവംബർ കിറ്റ് വാങ്ങാൻ പോകുന്ന ആളുകൾ, ഈ ഒരു അറിയിപ്പ് കേട്ടിട്ട് നവംബർ കിറ്റ് വാങ്ങാൻ പോകുന്ന ആളുകൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും നല്ലത് ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ റേഷൻ കടയിൽ കിറ്റ് ഉണ്ട് എന്ന് വല്ല അറിയിപ്പും നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് കിറ്റ് വാങ്ങാവുന്നതാണ്. അതിനാണ് ഞാൻ എപ്പോഴും പറയുന്നത്, റേഷൻ കടക്കാരന്റെ നമ്പർ എപ്പോഴും നിങ്ങൾ കയ്യിൽ കരുതി വെക്കണം. കാരണം ഇനിയും കിറ്റ് വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ കിറ്റിന്റെ വിതരണവും ഇതുപോലെ തന്നെ ആയിരിക്കും. ഒരിക്കലും ക്രിസ്മസിന് മുമ്പ് ക്രിസ്മസ് കിറ്റ് കിട്ടും എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ ഒരു വിധത്തിലും വിശ്വസിക്കാൻ കഴിയുകയില്ല. കാരണം നവംബർ മാസത്തെ കിറ്റ് വിതരണം തന്നെ ഡിസംബർ അവസാനത്തോടു കൂടിയിട്ടായിരിക്കും വിതരണം പൂർത്തിയാവുക. ഈ ഒരു രീതിയിൽ പോയാൽ അപ്പോൾ പറഞ്ഞതാണ്, നവംബർ മാസത്തെ ഭക്ഷ്യ കിറ്റ് വാങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ റേഷൻ കടയിൽ വിളിച്ച് തീർച്ചയായിട്ടും ഒന്ന് അന്വേഷിക്കുക. നിങ്ങളുടെ കിറ്റ് അവിടെ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം പോയിട്ട് കിറ്റ് വാങ്ങുക. ഒക്ടോബർ മാസത്തെ കിറ്റ് ഏകദേശം റേഷൻ കടകളിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സജീവമായിട്ട് വിതരണം നടക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം അത് നിങ്ങൾ പോയിട്ട് വാങ്ങാവുന്നതാണ്. റേഷൻ കാർഡിന്റെ നിറമോ നമ്പറോ ഒന്നും നോക്കണ്ട. നിങ്ങൾ കിറ്റ് കൈപ്പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കിറ്റ് വാങ്ങാവുന്നതാണ്. ആദ്യഘട്ടത്തിൽ നമ്പറും നിറവും ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നു കിറ്റ് വിതരണം ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്പറിന്റെ ആ ഒരു രീതിയൊക്കെ മാറ്റിക്കളഞ്ഞു. അതിനുള്ള കാരണം ഈ കിറ്റ് വിതരണം അവതാളത്തിലായത് കൊണ്ടാണ് ഈ ഒരു നമ്പറിന്റെ കാര്യമൊക്കെ ഒഴിവാക്കിയിട്ട് ഇല്ല കിറ്റ് വരുന്ന ആളുകൾക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് ബന്ധപ്പെട്ട വകുപ്പ് മാറിയത്. അപ്പോൾ നിങ്ങളുടെ റേഷൻ കടയിൽ കിറ്റ് ഉണ്ടോ എന്ന് വിളിച്ചന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പോയിട്ട് കിറ്റ് വാങ്ങുക. അത്രയാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ നവംബർ മാസത്തെ ഭക്ഷ്യ വിഹിതങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിൽ അതും നിങ്ങൾക്ക് പോയിട്ട് വാങ്ങാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ ഉണ്ട്, നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.